എല്ലാവർക്കും ക്വിസ് യൂണിവേഴ്സിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്കും മറ്റു മത്സര പരീക്ഷകൾക്കും ഉപയോഗപ്രദമായ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം നമ്പർ 1. ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം? കേരളം. ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ചോദ്യം നമ്പർ 2. യമന്റെ പുതിയ പ്രധാനമന്ത്രി? അഹമ്മദ് അവദ് ബിൻ മുബാറക്. യമന്റെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് അവദ് ബിൻ മുബാറക്. ചോദ്യം നമ്പർ 3. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചോദ്യം നമ്പർ 4. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? സാഹിത്യം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം സാഹിത്യത്തിൽ പ്രശസ്തനായിരുന്നു. ചോദ്യം നമ്പർ 5. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി വിൽപ്പന തുടങ്ങിയത്? തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് ആദ്യമായി വിൽപ്പന തുടങ്ങിയത്. ചോദ്യം നമ്പർ 6. 2024 കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. ചോദ്യം നമ്പർ 7. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP പുതിയ മേധാവി ആര്? രാഹുൽ രസ്കോത്ര. രാഹുൽ രസ്കോത്രയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ മേധാവി. ചോദ്യം നമ്പർ 8. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF പുതിയ മേധാവി ആര്? അനീഷ് ദയാൽ സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ പുതിയ മേധാവി അനീഷ് ദയാൽ സിംഗ്. ചോദ്യം നമ്പർ 9. കേരള സർക്കിൾ പുതിയ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ? JT വെങ്കടേശ്വരലു. കേരള സർക്കിൾ പുതിയ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വരലു. ചോദ്യം നമ്പർ 10. ബ്ലൂംബർഗിന്റെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആര്? ഗൗതം അദാനി. ബ്ലൂംബർഗിന്റെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗൗതം അദാനി. ചോദ്യം നമ്പർ 11. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം? മ്യാൻമാർ. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം മ്യാൻമാർ. ചോദ്യം നമ്പർ 12. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന? ഓപ്പറേഷൻ വെറ്റ്സ്കാൻ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ വെറ്റ്സ്കാൻ. ചോദ്യം നമ്പർ 13. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2024 ജനുവരി 1 5 രാജ്യങ്ങൾ കൂടി പുതിയതായി അംഗത്വം നേടി. അവയുടെ പേര്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ബ്രിക്സിൽ 2024 ജനുവരി 1 അംഗത്വം നേടിയ 5 രാജ്യങ്ങളുടെ പേര് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ചോദ്യം നമ്പർ 14. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെ? ഹരിയാനയിലെ ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. ചോദ്യം നമ്പർ 15. 2024 ഹരിവരാസനം അവാർഡ് നേടിയത് ആര്? PK വീരമണിദാസൻ. തമിഴ് പിന്നണി ഗായകൻ. തമിഴ് പിന്നണി ഗായകനായ PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം അവാർഡ് നേടിയത്. ചോദ്യം നമ്പർ 16.
2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 നേടിയ ചലച്ചിത്രം ഓപ്പൺഹൈമർ. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 നേടിയ ചലച്ചിത്രം ഓപ്പൺഹൈമർ. ചോദ്യം നമ്പർ 17. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിന്റെ യഥാർത്ഥ പേര്? വിജയരാജ് അഴഗർ സ്വാമി. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിന്റെ യഥാർത്ഥ പേര് വിജയരാജ് അഴഗർ സ്വാമി. ചോദ്യം നമ്പർ 18. അടുത്തിടെ അന്തരിച്ച നമീബിയയുടെ പ്രസിഡന്റ് ഹെയ്ജ് ഹീൻ ഗോബ്. ഹെയ്ജ് ഹീൻ ഗോബ് ആണ് അടുത്തിടെ അന്തരിച്ച നമീബിയയുടെ പ്രസിഡന്റ്. ചോദ്യം നമ്പർ 19. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി? LK അദ്വാനി. LK അദ്വാനിയാണ് ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. ചോദ്യം നമ്പർ 20. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ പ്രശസ്തയായ പാകിസ്ഥാൻ യുവതി? ഡോക്ടർ സവേര പ്രകാശ്. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ പ്രശസ്തനായ പാകിസ്ഥാൻ യുവതി ഡോക്ടർ സവേര പ്രകാശ്. ചോദ്യം നമ്പർ 21. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏത് ജില്ല? കാസർഗോഡ്. രാജ്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ്. ചോദ്യം നമ്പർ 22. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം? ഈഫിൽ ടവർ, പാരീസ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫിൽ ടവർ, പാരീസ്. ചോദ്യം നമ്പർ 23. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ്? രൺധീർ ജയ്സ്വാൾ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചോദ്യം നമ്പർ 24. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി? പൊഖ്രാൻ, രാജസ്ഥാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്രാൻ, രാജസ്ഥാൻ. ചോദ്യം നമ്പർ 25. ഏതു സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാന. ഏതു സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാന.